അപ്പല്ലേസിന് വന്ദനം ചൊല്ലുവിൻ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന അൻപുള്ള നല്ല പിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന് മുൻപിലായിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്താൽ ഈ രാത്രി ഞങ്ങളെ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. രഹസ്യങ്ങളുടെ കലവറ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് സമൃദ്ധിയായ ദൈവകൃപയിലേക്ക് ഞങ്ങളെ നടത്തണം. അല്പസമയം ഞങ്ങളങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. സമൃദ്ധിയായ ദൈവസാന്നിധ്യം അനുഭവിച്ച് ജയത്തോടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് സഹായിക്കണം. മഹത്വമെല്ലാം തിരുവേദിക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ് അത് വായിച്ചത്. അവിടെ ഇപ്രകാരം നാം കാണുന്നു: ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലേസിന് വന്ദനം ചൊല്ലുവിൻ. റോമാലേഖനം 16-ാം അധ്യായം സമാപന അധ്യായമാണ്. വിശ്വാസം എന്ന വിഷയത്തെ കുറിച്ച് വളരെ ആഴവും ഗഹനവുമായ ചിന്തകൾ പരിശുദ്ധാത്മാവിൽ 1-ാം അധ്യായം മുതൽ നിരത്തി വെച്ചിട്ട് സമാപന അധ്യായമായ 16-ാം അധ്യായം പൗലോസ് അഭിവാദനങ്ങൾക്കായി വേർതിരിച്ചിരിക്കുകയോടെ ചെയ്തിരിക്കുന്നു. ആ അധ്യായം സൂക്ഷ്മമായി പഠിച്ചാൽ 21-ൽ പരം പുരുഷന്മാർക്കും 8-ൽ പരം മാന്യ വനിതകൾക്കും അഭിവാദനം അർപ്പിച്ചിട്ടാണ് ഈ അധ്യായത്തിന് തിരശ്ശീല വീഴ്ത്തുന്നത്. ഓരോരുത്തരെ കുറിച്ച് ഓരോ പ്രശംസാ വാക്കുകൾ പരിശുദ്ധാത്മാവ് സാക്ഷ്യവാചകങ്ങളായി ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു വിശേഷണ പദത്തിന് അപ്പല്ലേസ് ഉടമയായി. ഇവിടെ വായിക്കുന്നു: ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലേസിന് വന്ദനം ചൊല്ലുവിൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിച്ചാൽ മറ്റാർക്കും ലഭ്യമാകാത്ത ഒരു ശ്രേഷ്ഠമായ വിശേഷണ പദത്തിന് ദൈവാത്മാവ് ഇവിടെ അപ്പല്ലേസിനെ ഉപയോഗിക്കുന്നതായി നാം കാണുന്നുണ്ട്. ആ വിശേഷണ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അപ്പല്ലേസ് ക്രിസ്തുവിന് സമ്മതനാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസിന് സമ്മതനാണെന്നല്ല, ലോകത്തിന് സമ്മതനാണെന്നല്ല, മനുഷ്യർക്ക് സമ്മതനാണെന്നുമല്ല, പിന്നെയോ യേശു ക്രിസ്തുവിന് സമ്മതനാണെന്ന് അവിടെ വ്യക്തമാക്കുന്നു. ഇന്ന് രാത്രി നാം അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിന് സമ്മതരാകുക എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കാം. ഒരു ദൃഷ്ടാന്തം കൂടി ഇതിനോട് ചേർന്ന് വായിച്ച് സഹായിക്കണം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വേദഭാഗം ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. രാജ്യത്തെ കർത്താവ് ഉപമിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ തന്റെ നിലത്തിൽ നല്ല വിത്ത് വിതച്ചതിനോട്. കർഷകരായ പ്രിയപ്പെട്ടവർ, അങ്ങനെ അറിവുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. വയലിൽ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായി വയൽ നന്നായി ഒരുക്കുക എന്നുള്ളത് കർഷകന്റെ ചുമതലയാണ്. നന്നായി ഒരുങ്ങി എന്ന് ബോധ്യമായതിനു ശേഷമാണ് വയലിൽ നാം വിത്ത് വിതയ്ക്കുന്നത്. എന്നാൽ വിത്ത് വിതച്ച് കിളിർത്ത് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിശ്ചയമായും ആ വയലിൽ വിത്തിന്റെ കൂടെ എന്തും കാണും? കളയും കൂടി കിളിർത്ത് വരുന്ന ഒരു ദൃശ്യം നാം കാണാറുണ്ട്. എത്ര ഒരുക്കിയാലും വയലിൽ നിശ്ചയമായും കള ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ്. ഇവിടെ യജമാനൻ നല്ല വിത്താണ് വയലിൽ വിതച്ചത്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ
വിത്തിനോടൊപ്പം കളയും കൂടി കിളിർത്തു വരുന്നത് നാം ഇവിടെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ TPM ചർച്ചുകൾ മുതൽ ഇൻഡിപെൻഡന്റ് ചർച്ചസ് വരെ വയല് ദൈവസഭയെ കാണിക്കുന്നത്. എല്ലാ സഭകളിലും എത്ര ശ്രദ്ധയോടെ നോക്കിയാലും, എത്ര വളരെ ആത്മനിറവോടെ പരിജ്ഞാനത്തോടെ ശുശ്രൂഷിച്ചാലും നിശ്ചയമായും എല്ലാ സഭകളിലും എന്തുണ്ട്? കളയുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വമായി ആ റോള് നാം ആരും എടുക്കാതിരുന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാനൊരു മർമ്മം നിങ്ങളെ ഓർപ്പിക്കാം. വയല് വിത്തിനെയും സമ്മതിച്ചു, കളയെയും സമ്മതിച്ചു. അല്ലെങ്കിൽ രണ്ടിനെയും ഒരുപോലെ വളരുവാൻ അനുവാദം കൊടുത്തു. എന്നാൽ ധാന്യപ്പുര ഒരിക്കലും കളയെ അനുവദിക്കില്ല. മനസ്സിലായ ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. വയല് വിത്തും സമ്മതമാണ്, കളയും സമ്മതമാണ്. എന്നാൽ മണവാളന്റെ മണിയറയിൽ, കർത്താവിന്റെ ധാന്യപ്പുരയിൽ, അല്ലെങ്കിൽ മണവാളനുമായി ചേർന്ന് മണവാട്ടി സന്തോഷിക്കുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ അവിടെ കളയെ ഒരിക്കലും അനുവദിക്കില്ല. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വയല് രണ്ടിനെയും സമ്മതം മൂടുമ്പോൾ ധാന്യപ്പുര കളയെ അനുവദിക്കില്ല. വയല് രണ്ടിനെയും സ്വീകരിക്കുമ്പോൾ ധാന്യപ്പുര കളയെ ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അല്പം കൂടി കടന്നു പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അപ്രൂവ് ചെയ്യപ്പെടുന്നില്ല. സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നാം എല്ലാവരും സമ്മതരായി തീരുന്നില്ല. ഞാൻ പ്രത്യേക പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കാം. കർത്താരസമാകുമാറ് ഒത്തിരി സ്തോത്രം പറയാൻ കഴിയുന്ന ഒരു ദൂതല്ല ഇന്ന് രാത്രി ദൈവാത്മാവിനെ വരവേൽപ്പിച്ചത്. എന്നാൽ ജയജീവിതം ചെയ്യുന്ന ദൈവവൈതലിന് ആത്മാവിൽ സന്തോഷിക്കാൻ വകയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. വയല് വിത്തിനെയും കളയെയും ഒരുപോലെ സമ്മതിക്കുമ്പോൾ ധാന്യപ്പുര കളയെ ഒരിക്കലും അനുവദിക്കില്ല. ഇവിടെ വയലിൽ യജമാനന്റെ ദാസന്മാർ ചെന്നിട്ട് വയലിലേക്ക് നോക്കുമ്പോൾ വിത്തിനോടൊപ്പം കളയും കൂടി വളർന്നു വരുന്നത് കണ്ടപ്പോൾ ദാസന്മാർ യജമാനനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നാം വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ എങ്ങനെയാണ് കള വയലിൽ കാണായി വന്നതെന്ന് ചോദിച്ചപ്പോൾ യജമാനൻ പറഞ്ഞ ഒരു മറുപടി, മനുഷ്യർ ഉറങ്ങിയപ്പോൾ ശത്രു വയലിൽ കള വിതച്ചു. അപ്പൊ സഭയ്ക്കകത്ത് കള വരുന്നത് എപ്പോഴാ? സഭ ഉറങ്ങുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. സഭ ആത്മാവിൽ മയങ്ങാനുള്ളവരല്ല, ആത്മാവിൽ ഉണർന്ന് പോരാടാനുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയ്ക്ക് വേണ്ടി വേലി കെട്ടി പ്രാർത്ഥിപ്പാനായി ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുത്ത ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. അവർ ആത്മാവിൽ പോരാടുമ്പോൾ ദേശത്തിന്റെ സകല അന്യായ വ്യാപാരങ്ങൾ തകർന്നു പോയിട്ട് സഭയ്ക്ക് ചുറ്റും തീമതിലിട്ട് സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം സ്വർഗം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവനോട് പറയുന്നു, മനുഷ്യർ ഉറങ്ങിയപ്പോൾ ശത്രു വയലിൽ എന്ത് ചെയ്തു? കള വിതച്ചു. ഓർക്കുക, ദൈവം നമുക്കൊരു വിശ്രമിക്കാൻ ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും രാത്രി കാലങ്ങളിലും എന്റെ അന്തരാത്മാവ് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ആത്മീക നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന കാഴ്ചപ്പാടുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. നാം ആ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ നമ്മുടെ വിഷയത്തിൽ നിന്ന് നാം മറന്നു പോകരുത്. ക്രിസ്തുവിന് സമ്പന്നരായി തീരുക എന്നുള്ള വിഷയത്തോട് ചേർന്ന് നാം ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആധുനിക ലോകത്തിൽ, ആത്മീക ലോകത്തിൽ പോലും ദൈവത്തിന്റെ സമ്മതപത്രത്തെക്കാൾ ഉപരിയായി മാനുഷിക സമ്മതപത്രത്തിന് ആ മനുഷ്യൻ വില കൊടുക്കുന്നത്. ആത്മീയർ പോലും ലോകത്തിന്റെ കയ്യടിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഈ രാത്രിയിൽ തികഞ്ഞ ആത്മീകൻ ആത്മാവിൽ വിളിച്ചു പറയും, ഇവിടെ ആരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, ഇവിടെ ആരും പ്രോത്സാഹനമൊക്കെ പറഞ്ഞില്ലെങ്കിലും, സർവശക്തന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി, സർവശക്തന്റെ സാക്ഷ്യത്തിന് വേണ്ടി, സമ്മതപത്രത്തിന് വേണ്ടി നോക്കി പാർക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക.
ലോകം നമുക്ക് ഒരിക്കലും യോഗ്യമല്ല ദൈവമക്കളെ. നാം എത്ര ശ്രദ്ധയോടെ ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിച്ചാലും ലോകം നമ്മുടെ വീഴ്ചകൾ മാത്രം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാണ്, ഇവിടുത്തെ കയ്യടിയല്ല, ഇവിടുത്തെ പ്രശംസാ വാക്കുകളല്ല, ഇവിടുത്തെ പുകഴ്ചയുടെ വാക്കുകളല്ല, പിന്നെയോ എന്റെ അകവും പുറവും അറിയാവുന്ന, എന്റെ മുൻപും പിൻപും അറിയാവുന്ന, എന്നെ നന്നായി അറിയാവുന്ന, എന്റെ നിലവുകൾ അറിയുന്ന, എന്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് അറിയുന്ന സർവശക്തന് സമതനായി തീരുവാൻ കൃപ ലഭിച്ച കാഴ്ചപ്പാടുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയും. സകല രഹസ്യങ്ങളെയും അറിയുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. അവന്റെ കണ്ണിനൊന്നും മറവല്ല എന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് വരട്ടെ. ഇവിടെ യജമാനന്റെ ദാസന്മാർ യജമാനനോട് ചോദിച്ചു, ഞങ്ങൾ പോയി ആ കളകൾ പറിച്ചു കൊണ്ടുപോവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ കള എന്ത് ചെയ്യണ്ട, പറിക്കണ്ട. കള വളർന്നു വലുതായി കാണണമെന്നുള്ള മോഹത്തിലല്ല യജമാനൻ അത് പറഞ്ഞത്. പിന്നെയോ വിത്തിന്റെ സംരക്ഷണം ഓർത്ത്, വിത്തിന്റെ നിലനിൽപ്പോർത്ത് കളയെ വളരാൻ അനുവദിക്കുകയാണ്. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി നാം ജീവിതത്തിൽ ക്രമക്കേടുണ്ടായിട്ടും പാപവഴികളിൽ നടന്നിട്ടും ദൈവം എന്നെ ശിക്ഷിച്ചില്ലല്ലോ, ഞങ്ങളുടെ അഭിഷക്തനത് വെളിപ്പെട്ടില്ലല്ലോ എന്നോർത്ത് പലരും ആവിൽ ലാഘവത്തോടെ ക്രിസ്ത്യ ജീവിതത്തെ കാണുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. കളയെ വളർത്താനുള്ള താല്പര്യമല്ല അവൻ സർവശക്തന്, പിന്നെയോ വിത്തിന്റെ വേര് അറിയാതിരിക്കാൻ അവൻ ക്ഷമിച്ചു കൊടുക്കുന്നതാണെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറ, നിന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. വിത്തിന്റെ വേര് പറയാതിരിക്കാൻ വേണ്ടി, കേട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കള ഇപ്പോൾ പറിച്ചു മാറ്റണ്ട എന്ന് യജമാനൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുന്നു, കൊയ്ത്തുകാലമാകുമ്പോൾ ഇതെന്ത് ചെയ്യാം, പറിച്ച് കെട്ടുകളായി കെട്ടിയത് തീയിൽ ഇട്ട് കളയാം. നമുക്കറിയാം 3 മാസത്തിനും 4 മാസത്തിനും ഇടയിൽ നിശ്ചയമായും കൊയ്ത്ത് നടന്നിരിക്കും. ദിവസത്തിന്റെ കണക്ക് പറഞ്ഞാൽ 90 ദിവസത്തിനും 120 ദിവസത്തിനും ഇടയിൽ അവൻ കൊയ്ത്ത് സംഭവിച്ചിരിക്കും. അപ്പൊ അത്രയും ദിവസം മാത്രമേ വിത്തും കളയും കൂടി വയലിൽ ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പൈതലേ, അവൻ നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ, നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ വാസം വളരെ ക്ഷണഭംഗുരമാണ്, നൊടിനേരമാണെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ അവൻ പൗലോസ് പറയുന്നു, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ നിത്യദേശത്തിന്റെ ഘനം പ്രാപിപ്പാനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണെങ്കിൽ ഈ രാത്രി ഓർക്കുക, അവൻ ക്ഷണികമായ വയലിലെ താൽക്കാലികമായ 3-4 മാസത്തെ താമസത്തിന് വേണ്ടി തത്രപ്പാട് കാണിക്കുമ്പോൾ മണിയറയിൽ മണവാളന്റെ കൂടെയുള്ള വാസം യുഗായുഗമാണെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ഇവിടുത്തെ വാസം താൽക്കാലികമാണ്, അല്പസമയമേ ഉള്ളൂ. ചില മാസങ്ങൾ മാത്രമേ വയലിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ സഭയുടെ മെമ്പർഷിപ്പ് എടുത്ത് വിശ്വാസിയാണെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ വസിക്കുന്ന കാലം നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു കാലമാണ്. എന്നാൽ കോടാനുകോടി വർഷം യുഗായുഗം കർത്താവിന്റെ കൂടെ അവന്റെ മണവാട്ടിയായി മണിയറയിൽ പ്രവേശിച്ച് നിത്യത മുഴുവൻ സന്തോഷിപ്പാനായി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, അല്പകാലത്തെ വയലിലെ വാസം അതുകൊണ്ട് സന്തോഷിക്കരുത്. അതിനപ്പുറമായിട്ട് കർത്താവിന്റെ മണിയറയിൽ പ്രവേശിക്കുന്ന ഭാഗ്യനാളുകൾ ഓർത്ത് ദൈവമക്കൾ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ യജമാനൻ പറഞ്ഞു, രണ്ടും കൂടി വളരട്ടെ, കൊയ്ത്തോളം വളരട്ടെ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വയലിൽ ചെന്ന് നോക്കിയാൽ എപ്പോഴും വിത്തും കളയും കൂടി ഒന്നിച്ചു വളരുകയാണെങ്കിൽ തഴപ്പ് ഏതിനായിരിക്കും? കളക്കായിരിക്കും. രാവിലെ നിങ്ങളെ ഓർപ്പിച്ചതാണ് ഭൗതിക ആ തഴപ്പുകളും ഭൗതിക നേട്ടങ്ങളും കണ്ടിട്ട് അതാണ് അനുഗ്രഹമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാത്മിക ലോകമാണ് ഇന്നുള്ളത്. അവൻ പലപ്പോഴും ഭൗതിക നേട്ടങ്ങൾ അവൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ജനത്തെ വിളിക്കുന്ന ലാഘവമായ ചില ചിന്തകൾ ആത്മിക ലോകത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിവുള്ള ദൈവമക്കൾ, ആത്മാവിൽ ആരാധിക്കുന്ന
ദൈവമക്കൾ, പരിജ്ഞാനമുള്ള ദൈവമക്കൾക്ക് ഹൃദയംഗമായി തിരിച്ചറിയാൻ കഴിയും. ഈ ഭൂമിയിൽ താൽക്കാലികമായി മിന്നി മറയുന്ന സുഖസൗകര്യങ്ങളല്ല ആമേ അനുഗ്രഹം. പിന്നെയോ അതിനപ്പുറമുള്ള നിത്യതയിലെ നിത്യ സൗഭാഗ്യമാണ് അനുഗ്രഹമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ നന്ദിയോടെ വിളിച്ചു പറ, ഇത് താൽക്കാലികമാണ്, ഇത് ക്ഷണികമാണ്. സ്തോത്രം. വെള്ളത്തിൻ കുമിള പോലെ മിന്നി മറയുന്ന ജഡിക സുഖങ്ങളുടെ പുറകെ ആരും ഓടിപ്പോകരുത്, വശീകരിക്കപ്പെടരുത്. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ അവൻ ജയത്തോടെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. അവൻ ഈ ലോകത്തിലെ സകല സമ്പദ്ഘടനയും തകർന്നു പോയാലും, ഇവിടുത്തെ ഇക്കണോമിക് സിസ്റ്റം പാടെ തകർന്നു പോയാലും, ഇവിടുത്തെ സമ്പദ്ഘടന മുഴുവൻ അവൻ തകർന്ന് തരിപ്പണമായാലും, ഇവിടുത്തെ ബാങ്കുകൾ മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്താലും, ഇവിടെ സകല സമ്പൂർണ്ണ ലോകത്തിൽ സംഭവിച്ചാലും, ഇന്ന് രാത്രി നീ ഉറക്കെ പറഞ്ഞോണം, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാ, അന്ത്യമന നടത്തുവാൻ അവൻ ശക്തനാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവവചനത്തിന്റെ സത്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ധൈര്യത്തോടെ പറയും, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കേണ്ടി വന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരികയില്ല. ദൈവത്തിന് വചനം പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഓർക്കുക, തഴപ്പ് കണ്ട് അത് അനുഗ്രഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഭൗതിക നേട്ടം കണ്ട് അതാണ് അനുഗ്രഹമെന്ന് തെറ്റിദ്ധരിക്കരുത്. അനുഗ്രഹം ആത്മീകമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ പ്രശംസാവാക്കുകളും കയ്യടിയുമാണ് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ നാം ആത്മീയ ജീവിതത്തിൽ തോറ്റുപോകും. ഒരിക്കൽ സംഗീതം അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു യൗവനക്കാരൻ ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഒരു ഷോർട്ട് പീരീഡ് പറഞ്ഞു, ഹ്രസ്വമായ ഒരു കാലഘട്ടം പറഞ്ഞിട്ട് പറഞ്ഞു, ഈ സമയത്തിനുള്ളിൽ എന്നെ വയലിൻ അഭ്യസിപ്പിക്കണമെന്ന്. ഗുരു പറഞ്ഞു, കുഞ്ഞെ, നീ വിചാരിക്കുന്നത് പോലെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വയലിൻ അഭ്യസിപ്പിക്കാൻ അത്ര എളുപ്പമല്ല, നിന്നെ മറ്റൊരു ഉപകരണം ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവ ശാഠ്യം പിടിച്ചു പറഞ്ഞു, എന്നെ വയലിൻ തന്നെ പഠിപ്പിക്കണം. ഗുരു അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇവനെ വയലിൻ അഭ്യസിപ്പിച്ചു. ഇവൻ പറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ ഇവന്റെ അന്തരാത്മാവിൽ ഒരു ചിന്ത തോന്നി, ഗുരുവിന്റെ കീഴിൽ ഒരു ശിഷ്യനായിരിക്കുന്നതിനേക്കാൾ യോഗ്യത തനതായ ഒരു വ്യക്തിത്വത്തിനായി, ലോകമറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായി ഒറ്റയ്ക്ക് നിൽക്കണം. അതിനായി പട്ടണത്തിലെ വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. സ്നേഹിതരെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും ക്ഷണിച്ചു വരുത്തി. ആ പ്രത്യേക ദിവസം വന്നു. വിലയേറിയ വസ്ത്രം ധരിച്ച് വളരെ സന്തോഷമുള്ളവനായി, വളരെ പ്രസരിപ്പുള്ളവനായി, വളരെ ആനന്ദമുള്ളവനായി നിറഞ്ഞിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ, ആ വേദിയിൽ അവൻ വളരെ സന്തോഷത്തോടെ കയറി ചെന്നു. സമയമായി. വയലിൻ കയ്യിലെടുത്തു. ഒരു ഗാനം വയലിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ കടന്നു വന്നപ്പോഴുണ്ടായിരുന്ന പ്രസരിപ്പും സന്തോഷവും ഇപ്പോൾ അവന്റെ മുഖത്തില്ല. പക്ഷേ ജനം മുഴുവനും ഒരേ ശബ്ദത്തിൽ ഒന്നിച്ച് കൈയടിച്ചവനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. രണ്ടാമത് ഒരു ഗാനം കൂടി വയലിൽ വായിച്ചു. ജനം എഴുന്നേറ്റ് കൈയടിച്ചു. ഇവന്റെ മുഖത്തെ മ്ലാനത വർദ്ധിച്ചതേ ഉള്ളൂ. മൂന്നാമത് ഒരു ഗാനം കൂടി ഇവൻ വയലിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ജനം ഓടിച്ചെന്ന് ഹസ്തദാനം കൊടുത്തു, ചുമ്മനം കൊടുത്തു, നോട്ടുമാലയിട്ടു. എന്നാൽ ഇവന്റെ മുഖത്തെ ആ കരിവാളിപ്പ് കൂടി വന്നിട്ട് ഒരു സ്നേഹിതനെന്ന് കണ്ടിട്ട് അവന്റെ ചെവിയിൽ ചോദിച്ചു, ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നി മറയുന്നത്, നാളത്തെ മാധ്യമങ്ങളിൽ നിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് ലോകമറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായി ലോകം മുഴുവൻ നിന്നെ പുകഴ്ത്തുമ്പോൾ ഇത്ര വലിയ കയ്യടിയും പ്രോത്സാഹനവും നിനക്ക് കിട്ടിയിട്ട് എന്തുകൊണ്ട് നിന്റെ മുഖം മ്ലാനമായി തീരുന്നു? ഓരോ ഗാനങ്ങൾ പാടിക്കഴിഞ്ഞപ്പോഴും നീ എന്താ ക്ഷീണിച്ച മുഖമായി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യൗവനക്കാരൻ ഇങ്ങനെ പ്രതികരിച്ചു, വയലിനെ കുറിച്ച് ഒന്നും അറിയാത്ത നാട്ടുകാർ ഒരുപാട് കൈയടിച്ചു, പ്രോത്സാഹനം തന്നു, നോട്ടുമാല തന്നു, എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഞാൻ എന്റെ മുഖം മ്ലാനമാകാനുള്ള പ്രധാന കാരണം വയലിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന, വ്യക്തമായി ധാരണയുള്ള എന്റെ ഗുരു വേദിയിൽ ഇരിപ്പുണ്ട്, അവൻ ഇതുവരെ കൈയടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ബൈബിലെ തിരുവനന്തപുരം പട്ടണം മുഴുവൻ കൈയടിച്ചാലും, ലോകത്തിന്റെ തലസ്ഥാന നഗരികൾ നിന്റെ വേദികൾ ഒരുക്കിയാലും, പട്ടണം മുഴുവൻ നിന്നെ ശ്രേഷ്ഠനെന്ന് ബഹുമാനിച്ചാലും, വലിയ കട്ടൗട്ടുകൾ വെച്ചാലും, വലിയ ശ്രേഷ്ഠമായ പദവികൾ നിനക്ക് ലോകം വെച്ച് നീട്ടിയാലും, ഇന്ന് രാത്രി ഞാൻ ബുദ്ധിോപദേശത്തിനായി ദൈവസഭയോട് ആത്മാവിൽ
നിന്റെ ആകവും പൂർവ്വം അറിയാവുന്ന, ആമേൻ, നിന്നെ വ്യക്തമായി അറിയാവുന്ന, നിന്റെ ചിത്രം നന്നായി അറിയാവുന്ന സർവശക്തൻ കൈയടിക്കുവോളം വെയിറ്റ് ചെയ്യുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. മനസ്സിലായ ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അവൻ ലോകം നിന്നെ പ്രശംസാവാക്കുകൾ പറഞ്ഞ് പുകഴ്ത്തുമ്പോൾ, ലോകം നിന്നെ കൈയടിച്ച് പ്രശംസിക്കുമ്പോൾ, ഈ രാത്രി നീ പുകഴാൻ വരട്ടെ. അവൻ ഇന്ന് രാത്രി നാട്ടുകാരുടെ പ്രശംസാവാക്കുകൾ ഇന്ന് നിന്നെ ഉയർത്തുന്നതാണെങ്കിൽ നാളെ നിന്നെ അവൻ നിലത്ത് താഴെയിട്ട് ചവിട്ടുവാൻ കാരണമായി തീരും. ഇന്നലെ നിനക്ക് സ്തുതി പാടിയ ഇന്ന് നിന്നെ നിന്ദിക്കുന്ന ചിത്രം ലോകം നിനക്ക് സമ്മാനിച്ചെന്ന് വരും. എന്നാൽ ദൈവമൊരുത്തനെ വിശുദ്ധീകരിച്ചാൽ, ദൈവമൊരുത്തനെ ഉയർത്തിയ, ദൈവമൊരുവനെ മാനിച്ചാൽ, ദൈവമൊരുവനെ സാക്ഷ്യം പകർന്നാൽ, അതിനെ വെല്ലുവാൻ, അതിനെ തകർക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ മാനുഷികങ്ങൾക്ക് കഴിയത്തില്ല എന്ന് നിരന്തര ദൈവമക്കൾ അറിഞ്ഞിരിക്കട്ടെ. കർത്താവിനെ സേവിക്കുന്ന ദൈവമൈതൽ ആത്മാവിൽ ഹൃദയംഗമായി വിളിച്ചു പറ, ലോകത്തിന്റെ കയ്യടി വേണ്ട, ലോകത്തിന്റെ പ്രശംസാവാക്ക് വേണ്ട, ലോകത്തിന്റെ ഉന്നതമായ സാക്ഷ്യപത്രം വേണ്ട. അതിലെല്ലാം ഉപരിയായി സർവശക്തന്റെ സാക്ഷ്യമാണ് എനിക്ക് ആവശ്യം. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇവിടെ കൊയ്ത്ത് വരെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. കൊയ്ത്തുകാലമായപ്പോൾ യജമാനൻ അവരോട് പറഞ്ഞു, ആ കളകൾ പറിച്ച് കെട്ടുകളായി തീയിലിടുവാനായിട്ട് അവരോട് പറഞ്ഞു വിടുന്നതായി നമുക്ക് കാണുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ വയലിൽ എന്ത് മാത്രമേ ഉള്ളൂ? വിത്ത് മാത്രമേ ഉള്ളൂ. കതിരായി നിൽക്കുക, കൊയ്ത്തുകാലമായി. എന്നാൽ ഈ കതിരിലുണ്ട് 3 ടൈപ്പ്. കർഷകർക്കറിയാം. 1 നിറഞ്ഞ ധാന്യമണി, 2 മങ്ക്, 3 പതിര്. വിശ്വാസ സമൂഹത്തിൽ ദൃശ്യമാകുന്ന 3 ചിത്രമാണിത്. ദൈവവചനം കേട്ട് അതിന്റെ പൂർണ്ണ ഫലം പുറത്തെടുക്കുന്ന നിറഞ്ഞ ധാന്യമണി, പകുതി അകത്തായിട്ട് ബാക്കിയുള്ള തിരസ്കരിക്കുന്ന മങ്കിന്റെ അനുഭവം, 3 ഒന്നും അകത്ത് കയറാത്ത പതിരിന്റെ അനുഭവം. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ദൈവം നമ്മെ വിളിച്ചത് അവൻ ഒന്നും അകത്ത് കയറാത്ത പതിരായിരിക്കാനോ പകുതി അകത്തായ മങ്കായിരിക്കാനോ അല്ല. ദൈവം നമ്മെ വിളിച്ചത് അവൻ നിറഞ്ഞ ധാന്യമായി ധാന്യപ്പുരയിൽ അല്ലെങ്കിൽ മണിയറയിൽ മണവാളനോട് ചേർന്ന് സന്തോഷിക്കുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കാണ് ദൈവം നമ്മെ വിളിച്ചു ഓർത്തിരിച്ചതെന്ന് ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം, ഒരനുഗ്രഹിക്കുന്ന ദൂത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. ദൈവമക്കളെ, ഇന്ന് രാത്രി അനുസരണം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, വചനത്തിന് കീഴ്പ്പെടാൻ മനസ്സുണ്ടെങ്കിൽ, നിശ്ചയമായും അനുഗ്രഹം അതിന് പിറകിൽ വന്നിരിക്കും. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി, നാളെ നിങ്ങളുടെ നടുവിൽ ഞാൻ അത്ഭുതം ചെയ്യാമെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ, ശുദ്ധീകരണം എവിടെയുണ്ടോ അവിടെയാണ് അവൻ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കോഴിയെ പൊരുന്ന് വെക്കുന്ന അമ്മച്ചിമാർക്കറിയാം, മുട്ട വെക്കുന്നവ കോഴിയുടെ കീഴിൽ അടവയ്ക്കും. 20 ദിവസം 21 ദിവസമാകുമ്പോൾ മുട്ട വിരിയാൻ തുടങ്ങും. എന്നാൽ ഏറ്റവും നടുക്കിരിക്കുന്ന നല്ലതായി ചൂട് കിട്ടിയെന്നൊക്കെ നമ്മൾ കരുതുന്ന ചില മുട്ടകൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, വിരിയാറില്ല. എന്നാ കാരണം എന്നറിയാമോ? കിട്ടിയ ചൂട് ജീവനായി പരിണമിക്കാഞ്ഞതാ. സഭായോഗത്തിന് വന്നു, ഇടമീറ്റിങ്ങിന് വന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു, അഭിഷക്തൻ ആത്മാവിൽ പ്രാപിച്ച ദൂതുമായി പലപ്പോഴും സ്വർഗീയ സന്ദേശങ്ങൾ ദൈവജനത്തെ ആലോചന അറിയിച്ചു. എന്നാൽ ദൈവവചനം ലഭ്യമായത് വേണ്ട അളവിൽ എടുക്കാഞ്ഞത് കൊണ്ട് അകത്ത് ജീവനായി പരിണമിക്കാതെ, അത് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരാതെ, അത് ആത്മീക ജീവിതത്തിന് ഉദ്ധാരണമായി തീരാതെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ചില മുട്ടകൾ തോട് പൊട്ടി പുറത്തു വരുമ്പോൾ ചിലത് ഒരിക്കലും വിരിയാത്ത ദുർഗന്ധം വമിക്കുന്ന നാട്ടുകാർ മൂക്കുപൊട്ടുന്ന ചീമുട്ടയായി അവൻ തരത്താഴ് പോകുന്ന അവസ്ഥ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കിട്ടിയ ചൂട് ജീവനായി പരിണമിപ്പാനായി, അത് ദൈവശക്തിയായി വെളിപ്പെടുവാനായി ഈ വഷളത്വം നിറഞ്ഞ ലോകത്തില് ആമേ കർത്താവിന്റെ ആമേ ഉത്തമ സാക്ഷികളായി, ജയാളികളായി, ജയകരമായി ക്രിസ്ത്യജീവിതം നയിപ്പാനായി ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് വേർതിരിച്ചതാണെന്നുള്ള ബോധം ഇന്ന് രാത്രി ദൈവമക്കളുടെ അകത്തുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൊയ്ത് കളത്തിൽ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം. തിരുവചനം യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, വീശുമുറം അവന്റെ കയ്യിൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റുമായി വെടിപ്പാക്കും. കളത്തിൽ കൊയ്ത് ഇത് മെതിച്ച് ഈ പൊലി ഇത് കൊണ്ടിടുമ്പോൾ ഒരാൾ
വീശുമുറമെടുത്ത് ഇത് വീശി അതിൽ നിന്ന് പതിരിനെയും മങ്കിനെയും വേർതിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ആമേൻ. നിറഞ്ഞ ധാന്യം അല്ലെങ്കിൽ ആമേൻ ധാന്യപ്പുരയിലേക്ക് പോകുന്ന നിറഞ്ഞ മണി വീശുന്നവന്റെ കാൽച്ചുവട്ടിൽ കിടക്കുമ്പോൾ മങ്ക് അല്പം മാറി കിടക്കും, എന്നാൽ പതിര് വളരെ ദൂരെ പോയി കിടക്കും. അല്പം മാറി രണ്ടിന്റെയും കൂടെ ഇടയിൽ മങ്ക് കിടന്നാലും കർഷകൻ അവൻ മങ്കിന് വേണ്ടി പത്തായത്തിൽ അറമണിഞ്ഞിട്ടില്ല, സുരക്ഷിതയിടം ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെയോ തൂത്തുകൂട്ടി പതിരിന്റെ കൂടെ ഈ മങ്കും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ദൈവത്തിന്റെ പൈതലേ, ഭക്തിയുടെ വേഷം ധരിക്കാം, ഭക്തനാണെന്ന് കാണിക്കാം, ആവെ അന്യഭാഷ പറയാം, ആത്മാവിൽ നിറയാം, ലോകത്തിന് മുമ്പിൽ ആവെ ഭക്തനായി കാണിക്കാം. എന്നാൽ കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ എന്ന ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ അന്ന് അനേകർ ലജ്ജിച്ചു പോകുമ്പോൾ ആവെ വാടാത്ത കിരീടം പ്രാപിപ്പാനായി തെരഞ്ഞെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ആ ഭാഗം അവിടുന്ന് വിടുത്തെ. ദൈവത്തിന്റെ സ്തോത്രം. വയല് വിത്തിനെയും കളയെയും ഒരുപോലെ സമ്മതിക്കുമ്പോൾ ധാന്യപ്പുര കളയെ അനുവദിക്കില്ല. നിറഞ്ഞ ധാന്യങ്ങൾക്ക് മാത്രമേ ധാന്യപ്പുരയിൽ ഇടമുള്ളൂ എന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ചില വേദഭാഗം, 1-2 ഭാഗങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം വേഗത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-ാം വാക്യം വളരെ വേഗത്തിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു, യേശു അവരോട്, നിങ്ങളിൽ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? അവരിൽ ഒരുവൻ ഒരു പിശാചാകുന്നു. ഇതാരെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞേ? യൂദയെ കുറിച്ച്. അല്പം കൂടി കടന്ന് ഞാൻ പറയാം. കർത്താവ് തെരഞ്ഞെടുത്തവർ 12 പേരാണ്, എന്നാൽ സമ്മതരായത് 11 പേരാണ്. ഒരുവൻ സമ്മതനാകാതെ പുറത്തുപോയി. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും എന്താകുന്നില്ല? സമ്മതർ ആകുന്നില്ല. യേശു തിരഞ്ഞെടുത്തതിൽ ഒന്ന് പോയെങ്കിൽ നമ്മുടെയൊക്കെ തിരഞ്ഞെടുപ്പിൽ എത്ര പോകും? ഉള്ളിലിരിപ്പ് വളരെ മോശമായിട്ടും ഭൗതികത്തോടുള്ള ആർത്തി ഒരു വളരെ ഉണ്ടായിട്ടും പല സന്ദർഭങ്ങളിലും യൂദ മടങ്ങി വരാനായി യേശു താല്പര്യപൂർവ്വം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായി തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത അവസരങ്ങളൊന്നും അവൻ മനസ്സിലാക്കാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് തകർന്നു പോയ ചിത്രമാണ് യൂദയെ കുറിച്ച് നാം കാണുന്നത്. യൂദ ചെയ്തത് വലിയ തെറ്റാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിനേക്കാൾ ഗൗരവമേറിയ ഒരു തെറ്റാണ് പത്രോസ് ചെയ്തത്. കർത്താവിനെ അറിയുന്നില്ല എന്നും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്നാണ് യുവജനം പറയുന്നത്. എന്നാൽ 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ, കോഴി കൂകുന്ന ശബ്ദം കേട്ടപ്പോൾ തിരുവചനം വ്യക്തമാക്കുന്നു, അവൻ അതിദുഃഖത്തോടെ പുറത്തുപോയി, അതിദുഃഖത്തോടെ നിലവിളിച്ചെന്ന. ദൈവത്തിന്റെ പൈതലേ, യൂദ ചെയ്തതിനേക്കാൾ ഗൗരവമേറിയ തെറ്റാണ് പത്രോസ് ചെയ്തത്. പക്ഷേ അവന്റെ തെറ്റ് അവൻ ആവർത്തിക്കാൻ ശ്രമിക്കാതെ ദൈവസന്നിധിയിൽ കുറ്റബോധം കൊണ്ട് നിലവിളിച്ചപ്പോൾ പാപക്ഷമ ലഭിച്ചവനായി ദൈവനെ മടക്കിക്കൊണ്ടുവന്നെങ്കിൽ ആ പത്രോസ് പിന്നീട് പ്രസംഗിച്ചപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ ദൈവസഭയോട് ചേരുവാൻ ദൈവനെ ഉപയോഗിച്ചു. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന നാം എല്ലാവരും ഒന്നിലല്ലെങ്കിൽ പലതിൽ തെറ്റിപ്പോയവരാ, മറ്റൊന്നിൽ വീണുപോയവരാ. എന്നാൽ ഈ രാത്രി മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടുത്താൻ ഒരു ദൈവമുണ്ട്. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഈ രാത്രി ദൈവസന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ ഇടറിപ്പോയ വഴികളെ ഏറ്റുപറയുവാനും ക്രമീകരണം പ്രാപിപ്പാനും മടങ്ങി വരാനും ദൈവമക്കൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും നിന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവസരങ്ങൾ പലത് കിട്ടിയിട്ടും യൂദാ അതിന് തയ്യാറായില്ല. തന്മൂലം വളരെ ദയനീയമായ ഒരു അന്ത്യം അവന് സംഭവിപ്പാനിടയായി തീർന്നു.
തിരുവചനം പറയുന്നു, അവൻ കെട്ടിഞ്ഞാത് ചാകുവാൻ ഇടയായി തീർന്നെന്ന. ദൈവത്തിന് സ്തോത്രം. ആ തിരുവചനത്തിൽ നാം കാണുന്നു, കയർ അറ്റുപോയി നിലത്ത് വീഴുന്ന ഒരു ചിത്രമൊക്കെ. ദൈവത്തിന് സ്തോത്രം. ആ കയർ അറ്റുപോയി നിലത്ത് വീഴുന്നവൻ തലകുത്തി വീണതാ തിരുവചനോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കയററ്റ് തൂങ്ങിച്ചാകാൻ ശ്രമിക്കുന്ന ഒരാള് കയററ്റുപോയാൽ അവന്റെ ശരീരത്തിന്റെ കാലാണ് വന്ന് ഭൂമിയിൽ കുത്തേണ്ടത്. പക്ഷേ ഇത് തലയാണ് കുത്തിയത്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഓർത്തുപോയി, ജീവിച്ചപ്പോൾ നേരെ ചൊവ്വേ നടക്കാഞ്ഞതുകൊണ്ട് വീണപ്പോഴും തലകീഴായിട്ടാണ് വീഴേണ്ടി വന്നത്. ദൈവത്തിന്റെ പൈതലേ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കെടുത്തിക്കളയുന്നവരാകരുത്. ഒരാഴ്ചയെ നിന്റെ മുൻപിലുള്ളൂ, അത് വേഗത്തിൽ തീർന്നു പോകും. അടുത്ത സഭായോഗത്തിന് നാം ഉണ്ടോ എന്ന് നാം അറിയുന്നില്ല. അടുത്ത വർഷം ഇതേ സമയം നാം ഉണ്ടോ എന്ന് അറിയുന്നില്ല. അടുത്ത പ്രഭാതം നമുക്കുണ്ടോ എന്ന് നാം അറിയുന്നില്ല. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ നമ്മുടെ പ്രാണപ്രിയന്റെ വരവ്. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ നാം ഈ ഭൂമിയിൽ കാണുകയുള്ളൂ. എന്നാൽ വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടം കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചിരിക്കുമ്പോൾ ജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിപ്പാനായി ആമേ കാഴ്ചപ്പാടുള്ള ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. അനുവായന പൊട്ടി കുടല് പുറത്തു വരുവാനിടയായിരുന്നു. വളരെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് യൂദ തകർന്നു പോകുന്ന ചിത്രം നാം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. പക്ഷേ 11 പേർ സമ്മതരായപ്പോൾ ഒരുവൻ സമ്മതനാകാതെ പോയി. തിരുവനന്തപുരത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വാക്യങ്ങളൊന്നും എടുക്കണ്ട, വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 1-2 ഭാഗങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഇസ്രായേലിന്റെ ഒന്നാമത്തെ പ്രഭുവായി ദൈവം അഭിഷേകം ചെയ്ത് വേർതിരിച്ച വ്യക്തിയാണ് ശൗൽ. എന്നാൽ പിന്നത്തേതിൽ ഗിൽഗോവ പർവ്വതത്തിൽ ഒരു നിഹിതനെ പോലെ അവൻ പട്ടുപോയി. അപ്പന്റെ കഴുതകളെ തേടി ഇറങ്ങിയവൻ പ്രവാചകന്റെ അടുത്ത് ചെന്നപ്പോൾ നഷ്ടപ്പെട്ട കഴുതകൾ വീട്ടിലെത്തുകയും ഇവനെ പ്രവാചകന്റെ അടുത്ത് എത്തിക്കുവാൻ ദൈവം ഒരുക്കിയ മുഖാന്തരമായിരുന്നു അത്. അന്ന് പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്ത് വേർതിരിച്ചു. ജനം ചോദിച്ചു, ശൗലും പ്രവാചകന്മാരുടെ ഗണത്തിലോ? ആ നിലകളിൽ ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം ശൗലിനെ അഭിഷേകം ചെയ്ത് വേർതിരിച്ചപ്പോൾ പ്രാപിച്ച അഭിഷേകത്തിന്റെ നില അവന് സൂക്ഷിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, അതിൻ്റെതായ ശ്രേഷ്ഠത പരിപാവനത സൂക്ഷിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ഒരു നിഹിതനെ പോലെ ഗിൽഗോവ പർവ്വതത്തിൽ പട്ടുപോയി. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ, സ്നാനപ്പെട്ടതുകൊണ്ടോ, അഭിഷേകം പ്രാപിച്ചതുകൊണ്ടോ ആമേൻ നിത്യതയിലെത്താമെന്ന് വ്യാമോഹിക്കരുത്. ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ജയജീവിതം ചെയ്യുന്ന ദൈവമക്കളെ ചേർക്കുവാനാ കർത്താവ് വേഗം വരുന്നത്. ആ പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ ശൗല് സമ്മതനാകാതെ പോകാനുള്ള ഒരു പ്രധാന കാരണം ഇസ്രായേൽ കന്യകമാര് പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഈ പാട്ട് കേട്ടപ്പോ ശൗലിന്റെ അകത്ത് കയറിയ ആത്മാവ് അസൂയയുടെ ആത്മാവ്. ഈ ശൗലിന് 1000 പേരെ കൊല്ലാൻ കഴിഞ്ഞുള്ളല്ലോ, അല്ലെങ്കിൽ ദാവീദ് 10,000 പേരെ കൊന്നല്ലോ. ഇതൊന്നും അല്ല ശൗലിന്റെ വിഷയം. പിന്നെയോ ആമേൻ, തനിക്ക് അല്പമേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ദുഃഖമല്ല അവന്റെ ഭാരം. പിന്നെയോ ദാവീദ് അധികം ചെയ്തു എന്നുള്ള ദുഃഖം. നമുക്കങ്ങനെയാ, നമ്മുടെ സുവിശേഷം പറഞ്ഞില്ലേലും വലിയ ദുഃഖമൊന്നുമില്ല. ആരെങ്കിലും പറയുന്ന കാണുമ്പോഴാണ് നമുക്ക് ദുഃഖം. ദൈവത്തിന്റെ വൈദ്യല് ഇന്ന് രാത്രി നിന്നാലാവോളം കർത്താവിന്റെ വേലയ്ക്ക് ഒരു ചുമൽ കൊടുക്കുകയും മറ്റുള്ളവർ ആ വേല ചെയ്യുമ്പോൾ ഹൃദയപൂർവ്വം അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ നമുക്ക് അവരെ പോലെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോകുന്നവരെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും അവർക്ക് കൈത്താങ്ങൽ കൊടുക്കാനുള്ള ഒരു വിവേകമുള്ള ഒരു ഹൃദയം ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് ഇസ്രായേൽ കന്യകമാര് പാടിയപ്പോൾ ശൗലിന്റെ ഉള്ളിൽ ദുരാത്മാവ് കടക്കാൻ കാരണം അവനിൽ അസൂയ ജനിച്ചത്. അപ്പൊ അസൂയയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാ? ദൈവമക്കൾ പറഞ്ഞേ. അപ്പൊ അസൂയ ഇല്ലാത്തവരെല്ലാം കൂടെ ഒരു സ്തോത്രം പറയാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കാണും? ഞാൻ അതിന് ശ്രമിക്കുന്നില്ല, പാപം ചെയ്യിക്കുന്നുമില്ല. ഇന്ന് രാത്രി ആ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, എനിക്ക് മറ്റുള്ളവരുടെ നന്മ കാണുന്നതിൽ സന്തോഷമുള്ള ഒരു ഹൃദയമുണ്ട്, മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ അവൻ സന്തോഷമുള്ള ഒരു ഹൃദയമുണ്ടെന്ന് ആത്മാവിൽ
ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ചിലരാണെങ്കിൽ സഭായോഗത്തിന് നമ്മുടെ ഒരു വിശ്വാസി ഒരു പുതിയ വാഹനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാൽ സഭായോഗം കഴിയുമ്പോഴേ സൈഡിൽ കൂടെ അങ്ങ് പോകും, കണ്ടില്ലാത്ത മട്ടിൽ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഥാർത്ഥമായ അസൂയ ഇല്ലാത്തവരാണെങ്കിൽ ആ സഹോദരൻ ഇറങ്ങി വരുമ്പോ കർത്താവ് അനുഗ്രഹിച്ചല്ലോ, നമ്മുടെ സഭയ്ക്ക് ഒരു വാഹനം കൂടെ ലഭിച്ചല്ലോ എന്ന് ഹൃദയംഗമായി പറയും. അതൊരു ആത്മീയ പക്വതയുടെ ലക്ഷണമാണ് ദൈവമക്കളെ. മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ ഹൃദയപൂർവ്വം ഒരു സന്തോഷം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആത്മീയ പക്വതയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. കൂട്ടു സഹോദരിക്ക് കൂട്ടു സഹോദരന് ഒരു നല്ല വീട് വെക്കുമ്പോൾ, നല്ല വാഹനം വാങ്ങിക്കുമ്പോൾ, ദൈവം അവരെ ശുശ്രൂഷയിൽ ഉയർത്തുമ്പോൾ ഹൃദയംഗമായി അവന് കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് ആത്മാവിൽ അവരോടൊപ്പം സന്തോഷിക്കുവാനായി കൃപ ലഭിച്ച ആത്മീക പക്വതയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. നമ്മൾ പലപ്പോഴും പറയും, നമുക്ക് അത്രേ പറയാൻ പറ്റൂ, അതുകൊണ്ടാണ് നമ്മൾ പറയും ഇത് നേരായ നിലയിലുള്ള വരുമാനമൊന്നും അല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെയൊന്നും നന്മ അനുഭവിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെയാണ് നമ്മുടെ നിഗമനങ്ങൾ. ഞാൻ ദൈവമക്കളോട് വ്യക്തമാക്കാം, വഴി ഏതാണെന്നും അത് നേരെയുള്ളതാണെന്നും അത് ചൊവ്വുള്ളതാണോ മോശമായതാണോ എന്നുള്ള സ്തോത്രം അത് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കാനും ഉയരത്തിൽ മയങ്ങാത്ത ഒരുവൻ ഇരിപ്പുണ്ട്. ആ ദൗത്യം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, മറ്റുള്ളവരെ വിധിക്കാൻ ദൈവം നിന്നെ വരവേൽപ്പിച്ചിട്ടില്ല. ഒരുവന്റെ ദാസൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും യജമാനൻ അറിയുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി മറ്റുള്ളവരെ വിമർശിക്കാനല്ല നിന്നെ വിളിച്ചത്, പിന്നെയോ അവന്റെ നല്ല ഗുണങ്ങളെ കണ്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ആത്മീക കാഴ്ചപ്പാടും വിവേകമുള്ള ഒരു ഭരിക്കാനുള്ള ഹൃദയവും ഇന്ന് രാത്രി ദൈവസഭയ്ക്കുണ്ടായിരിക്കട്ടെ. ഇവിടെ ദാവീദ് വൻകാര്യങ്ങൾ ചെയ്തത് കേട്ടപ്പോൾ ശൗലിന്റെ ഉള്ളിൽ അസൂയ ജനിക്കുകയും തന്മൂലം ഇവനിൽ ദുരാത്മാവ് കടക്കുവാൻ ഇടയാകുകയും ചെയ്തു. തിരുവചനം പറയുന്നു, ശൗലിനെ അഭിഷേകം ചെയ്ത നിമിത്തം സ്വർഗത്തിലെ ദൈവം മനസ്താപപ്പെടുന്നതായിട്ട്. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ ജീവിപ്പാൻ ദൈവമക്കളെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. എന്നാൽ ക്ഷമിക്കപ്പെടാത്ത പാപമാണ് ദാവീദ് ചെയ്തത്. എന്നിട്ടും അവൻ ദൈവസന്നിധിയിൽ സമ്മതനായി. നാഥാൻ പ്രവാചകനെ ദൈവാത്മാവ് നിയോഗിച്ച് ദാവീദിന്റെ അടുത്തേക്ക് വിട്ടപ്പോൾ ദാവീദിന്റെ പാപത്തെ കുറിച്ച് നാഥാനിൽ കൂടി ദൈവാത്മാവിനോട് സംസാരിച്ച ഒരു ദൃഷ്ടാന്തത്തിൽ കൂടി, അത് നിങ്ങൾക്കറിയാം ആ ദൃഷ്ടാന്തം എന്താണ്. വ്യക്തമായൊരു ചിത്രം നാഥാൻ പ്രവാചകൻ ദാവീദിനെ കുറിച്ച് വരച്ചു കാണിച്ചപ്പോൾ ദാവീദ് കോപം കൊണ്ടവനായി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ പാപം ചെയ്തവൻ, ആ തെറ്റ് ചെയ്തവൻ ആരായാലും അവൻ മരണശിക്ഷ യോഗ്യനാണെന്ന് പറഞ്ഞ് അവൻ കുറ്റം വിധിച്ചപ്പോൾ പ്രവാചകനായ നാഥാൻ ആത്മാവിൽ നിറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന ദാവീദിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്. അധികാരത്തിന്റെ സ്ഥാനവും തന്റെ പദവിയും ഉപയോഗിച്ച് ഉറയിൽ നിന്ന് വാളൂരി ഒറ്റ വെട്ടിന് നാഥാനെ കൊല്ലാനുള്ള അധികാരം ദാവീദിനുണ്ട്. പക്ഷേ തന്റെ ഉറയിൽ നിന്ന് വാളൂരിയിട്ട് ദാവീദിനെ വെട്ടിക്കൊല്ലുവാനുള്ള ശ്രമം ഏറിയ വാളിന് മുമ്പിൽ ദാവീദ് സാഷ്ടാംഗം വീട് കൊടുക്കുക. ദൈവത്തിന്റെ പൈതലെ, തെറ്റുകളെ കുറിച്ച് ബോധം വരുത്തുമ്പോൾ ഉപശാന്തി പറഞ്ഞു നിൽക്കാതെ ദൈവാത്മാവിന് ഒന്നും മറവല്ലെന്ന് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടിയ വിഷയത്തിന്റെ മേൽ നെടുമ്പാട് വീണ് അയ്യോ ഞാൻ തെറ്റിപ്പോയെന്നുള്ള നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ആരാഗ്രഹിക്കുന്നുവോ അവരെ ചേർത്ത് പണിയുന്ന സ്നേഹനിധിയായ ഒരു പിതാവുണ്ടെന്ന് മറന്നു പോകരുത്. പന്നിക്കൂട്ടങ്ങളുടെ നടുവിൽ ജീവിതം കഴിച്ചു കൂട്ടിയ വാളവരെ പോലും കഴിക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രവുമായി മടങ്ങി വരാൻ ആഗ്രഹിച്ച മകനെ ചേർത്ത് പിടിച്ച ഒരപ്പന്റെ വാത്സല്യ സ്നേഹമാണിത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, രക്താംബരം പോലെ ചുവപ്പായ നിന്റെ കൊടിയ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ രഹസ്യ പാപങ്ങൾ ദൈവത്തോട് നീ ഏറ്റുപറ. നിന്റെ ജീവിതത്തിന്റെ പോരായ്മ ദൈവത്തോട് നീ ഏറ്റുപറ. നിന്നെ ഹിമം പോലെ വെളുപ്പിച്ച് നിർമ്മലനാക്കി ശുദ്ധീകരിച്ച് ജയാളിയാക്കി മഹിമാസനതയിൽ കളങ്കമില്ലാത്തവനായി നിർത്താൻ ദൈവത്തിന് കഴിയും. ഓർക്കുക, 51-ാം സങ്കീർത്തനം അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. അവിടെ പറയുന്നു,
എന്നെ നന്നായി കഴുകണം. സാധാരണ കഴുകലുകൊണ്ട് മാഞ്ഞു പോകുന്ന ഒരു കുറ്റമല്ല ഞാൻ ചെയ്തത്, ക്ഷമിക്കപ്പെടാത്ത ഒരു പാപമാണ് ഞാൻ ചെയ്തത്. അത് ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധി നിലവിളിച്ചപ്പോൾ സ്വർഗം അവനെ നീതീകരിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിന്റെ പകലിലെ തെറ്റുപറ്റിയെങ്കിലും ഇന്ന് രാത്രി ക്രമീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിന്നെ സമ്മതനാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഓർക്കുക, ശൗൽ സമ്മതനാകാതെ പോയപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ സമ്മതനായി. ഇനി 3000 സദൃശ്യവാക്യങ്ങൾ പറയുകയും 1005 ഗാനങ്ങൾ എഴുതുകയും ഭൂമിയിലെ യഹോവയായ ദൈവത്തിന് കൈപ്പണിയായി ആലയം നിർമ്മിക്കുകയും ചെയ്തതായ ശലോമോൻ ദൈവസന്നിധിയിൽ സമ്മതനായില്ല. നമുക്കറിയാം, യെരൂശലേം ദൈവാലയം പണിതിട്ട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തേജസ് ഇറങ്ങി വന്ന് ആലയം പുക കൊണ്ട് നിറച്ച് ആ പ്രത്യേക ശുശ്രൂഷ ചെയ്യാനായി ദൈവം ഉപയോഗിച്ചതായ ആ ശലോമോൻ പിന്നത്തേതിൽ ദൈവസന്നിധിയിൽ സമ്മതനായില്ല. എന്താണ് അവൻ സമ്മതനാകാതെ പോയതെന്ന് തിരുവചനത്തെ വ്യക്തമായി നാം കാണുന്നു. സ്വർഗത്തിലെ ദൈവം വ്യക്തമായി അവനോട് പറഞ്ഞു, അന്യജാതിക്കാരി സ്ത്രീകളെ എന്ത് ചെയ്യരുത്, വിവാഹം കഴിക്കരുത്. എന്നാൽ സാഹചര്യത്തിന്റെ മുമ്പിൽ പ്രമാണത്തെ മറന്നിട്ട് സ്വന്തം ഇഷ്ടത്തിന് കാൽച്ചുവട് വെച്ച് അന്യജാതിക്കാരി സ്ത്രീകളെ വിവാഹം കഴിച്ചു. അന്യജാതിക്കാരി സ്ത്രീകളെ വിവാഹം കഴിച്ചതിനേക്കാൾ വലിയൊരു വിപത്ത് അതിന്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവരെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ തന്നെയല്ല വന്നത്, അവരുടെ ഗ്രഹബിംബങ്ങളുമായി വന്നു. സ്വർഗത്തിലെ ദൈവത്തിന് ആലയം പണിത് പ്രാർത്ഥിച്ച് തേജസ്സിറക്കിയ ശലോമോൻ ജാതീയ വിഗ്രഹങ്ങൾക്ക്, അവന്റെ ഭാര്യമാർ കൊണ്ടുവന്ന ഗ്രഹബിംബങ്ങൾക്ക്, അന്യ ദൈവങ്ങൾക്ക് ബലിപീഠം പണിയേണ്ട ഗതികേടും അവനുണ്ടായി. യഹോവയ്ക്ക് ആലയം പണിത കൈകൊണ്ട് പൂജാഗിരിക്ക് ഇരിപ്പിടം ഉണ്ടാക്കേണ്ട ഗതികേട് ശലോമോന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ പള്ളി പണിതത് കൊണ്ടോ, പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, ചർച്ച് പണിയാൻ കാശ് കൊടുത്തത് കൊണ്ടോ, സഭയുടെ മുൻപന്തിയിൽ വന്ന് നിന്നത് കൊണ്ടോ സ്വർഗത്തിൽ പോകാമെന്ന് വ്യാമോഹിക്കരുത്. അവൻ ദൈവത്തിന്റെ പ്രമാണത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. മാനുഷികമായി എന്തെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം 100 മടങ്ങ് പ്രതിഫലം കർത്താവ് ഇവിടെ തരും. പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോകാൻ ഒരു വഴിയേ ഉള്ളൂ, ആത്മാവിലെ സത്യത്തിലെ ദൈവത്തെ ആരാധിച്ച് വിശുദ്ധി വേർപാട് സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി ജയജീവിതം ചെയ്ത് ആത്മാക്കളെ നേടി വിശുദ്ധ ജീവിതം ചെയ്യാൻ ദൈവമക്കൾ തയ്യാറാകുമെങ്കിൽ അങ്ങനെയുള്ളവരെ ചേർക്കാനാ കർത്താവ് വേഗം വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ശലോമോൻ ദൈവത്തിന് സമ്മതനായില്ല. പഴയ നിയമ ഭക്തന്മാരുടെ ചിത്രം എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് വരച്ചു കാണിക്കുന്ന കൂട്ടത്തിൽ ഇത്രയും ശ്രേഷ്ഠകരമായ കാര്യങ്ങൾക്ക് ചുമൽ കൊടുത്ത ശലോമോന്റെ പേരവിടെ ഇല്ല. വളരെ ഗൗരവപൂർവ്വം ദൈവമക്കൾ ഓർക്കണം. ഭൗതികമായി എന്തെല്ലാം കാര്യങ്ങളുടെ ക്രമീകരണത്തിന് നീ ചുമൽ കൊടുത്താലും അതൊന്നും കർത്താവിന്റെ സന്നിധിയിൽ വില പോകില്ല. അതല്ല ദൈവത്തിന് സ്തോത്രം. അങ്ങനെയായിരുന്നെങ്കിൽ ശലോമോൻ നിശ്ചയമായും ആ ലിസ്റ്റിൽ കാണുമായിരുന്നു. എന്നാൽ ആ പേര് അവിടെ വരാതിരുന്നു. എന്നാൽ നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ചാൽ പഴയ നിയമ ഭക്തന്മാരുടെ ചിത്രം അവിടെ വരച്ചിടുമ്പോൾ ഒരിക്കലും കടന്നു വരാൻ അർഹതയില്ലാത്ത ഒരു പേര് അവിടെ വന്നിട്ടുണ്ട്, ഇബ്താൽ. 3000 സദൃശ്യവാക്യങ്ങൾ പറയുകയും 1005 ഗാനങ്ങൾ എഴുതുകയും ദൈവത്തിന് ആലയം പണിയുകയും ഒക്കെ ചെയ്ത ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വിശ്വാസവത്തിന്റെ വീരന്മാരുടെ പട്ടികയിൽ ഇടം കിട്ടാതെ പോയപ്പോൾ ആമേൻ വേശ്യാപുത്രനായി ജനിച്ച സമൂഹം തള്ളിക്കളഞ്ഞ രക്തബന്ധങ്ങൾ മാറ്റി നിർത്തിയതായ ഇബ്താഗ് വിശ്വാസവീരന്മാരുടെ പട്ടികയിലായി. അല്ലെങ്കിൽ അല്പം കൂടി കടന്നു പറഞ്ഞാൽ ശലോമോൻ സമ്മതനാകാതെ പോയപ്പോൾ ഇബ്താഗ് ദൈവസന്നിധിയിൽ സമ്മതനായി. ന്യായാധിപന്മാർ പുസ്തകം 11-ാം അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ഗിലെയാദ്യനായ ഇബ്താഗ് പരാക്രമശാലിയെങ്കിലും അവൻ വേശ്യാപുത്രനായി. എനിക്ക് ആ വാക്യം ഒത്തിരി ഇഷ്ടമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാൻ, ഇവന്റെ ന്യൂനത പറഞ്ഞത് വേശ്യാപുത്രനാണെന്നുള്ള കാര്യം പറഞ്ഞത് അവസാനം. ആദ്യം പറഞ്ഞത് അവന്റെ യോഗ്യതയാണ്. നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തിയാൽ ആദ്യം പറയുന്നത് എന്തായിരിക്കും? പോരായ്മയായിരിക്കും. രണ്ടാമതേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? യോഗ്യത പറയത്തുള്ളൂ.
പരിശുദ്ധാത്മാവ് ഒരാളെ പരിചയപ്പെടുത്തിയാൽ ആദ്യം യോഗ്യത പറയും, പിന്നെ പോരായ്മ പറയും. അതാ നാമം ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ദൈവാത്മാവിനെ കുറിച്ച് പറയുന്നു, ഇവൻ പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. വേശ്യാപുത്രനായി ജനിക്കാനുള്ള കാരണം ഇവനല്ല, ഇവന്റെ മാതാപിതാക്കളാണ്. ആ കുറ്റം ദൈവം അവന്റെ മേൽ കണക്കിട്ടില്ല. പക്ഷേ അവനൊരു യോഗ്യത ഇവിടെ പറയുന്നുണ്ട്, അവൻ പരാക്രമശാലിയാണ്. ദൈവത്തിന്റെ പൈതലെ, പേരിന്റെ അപ്പുറത്ത് ഒത്തിരി ന്യൂനത ഉണ്ടായാലും, പേഴ്സണാലിറ്റി ഇല്ലെങ്കിലും, കുലമഹിമയില്ലെങ്കിലും, ദൈവത്തെ ആരാധിക്കാൻ നിന്റെ അകത്തൊരു പരാക്രമമുണ്ടോ, അതാ ദൈവം നീതിയായി കണക്കെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേ. സെമിനാരി പഠിച്ചില്ലെങ്കിലും, ആമേ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലെങ്കിലും, WMA PhD ഇല്ലെങ്കിലും, ആമേ ശ്രേഷ്ഠമായ കസേര ലോകം നിനക്ക് നൽകിയില്ലെങ്കിലും, ഇന്ന് രാത്രി ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ ആത്മാവിൽ ആരാധിക്കുവാൻ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു നമ്പർ ഉണ്ടെങ്കിലും അവൻ നിനക്ക് യോഗ്യതയായി കണക്കെടുത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെയൊക്കെ യോഗ്യത അത് മാത്രമാണ് ദൈവമക്കളെ. സ്തോത്രം. അയോഗ്യരായി ലോകം മാറ്റി നിർത്തിയ നമ്മെ കൃപയാൽ തെരഞ്ഞെടുത്ത സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ഇവിടെ യോഗ്യതയുള്ള പലരെ അവഗണിച്ചിട്ടാണല്ലോ നമ്മുടെ മേൽ കൃപയുടെ പുതപ്പ് ദൈവം ഇട്ടത്. അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. കൂട്ടി വായിക്കാൻ അറിയാത്ത, യോഗ്യതയില്ലാത്ത, പേരിന്റെ അപ്പുറത്ത് ഒരു ശ്രേഷ്ഠതയും പറയാനില്ലാത്ത, ഒരു യോഗ്യതയും പറയാനില്ലാതിരുന്ന നമ്മെ യോഗ്യരാക്കി തീർത്ത ദൈവസ്നേഹത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. നാം പ്രശംസിപ്പാൻ കർത്താവിന്റെ കൃപ മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ലല്ലോ നാം ആരും രക്ഷിക്കപ്പെട്ടത്, കൃപയാൽ മാത്രമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ഇബ്താഖിന്റെ പിതാവിന് നേരത്തെ ഉണ്ടായ മക്കൾ അല്ലെങ്കിൽ അവന്റെ സഹോദരന്മാരെന്ന് അവിടെ പറയുന്നുണ്ട്. ഇവൻ ഓഹരി കൊടുക്കണമെന്നുള്ള ഒറ്റ കാരണത്താൽ ഇവനെ വെറുകയോടെ പറഞ്ഞു വിട്ടു. ഇവൻ തോപ്ദേശത്തെ എന്ന് പാർത്തെന്നാ തിരുവചനം പറയുന്നത്. അവിടെ ചെന്ന് നിസാരന്മാരായ ചിലരുമായി കൂട്ടുകൂടി. കാരണം അവൻ സമൂഹത്തിൽ മാന്യതയുള്ളവരാരും ഇവനെ അടുപ്പിച്ചില്ല എന്ന് വ്യക്തം. നിസാരന്മാരായി കൂട്ടുകൂടിയപ്പോഴും അല്ലെങ്കിൽ ലോകം അറിയപ്പെടാത്തവരുമായി കൂട്ടുകൂടിയപ്പോഴും അവന്റെ കൈമുതലായി അവൻ പ്രാപിച്ചിരുന്ന അഭിഷേകം അവൻ കളഞ്ഞു വിളിച്ചില്ല. ദൈവത്തിന്റെ പൈതലെ, സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും, എല്ലാ കണ്ണുകളും മറഞ്ഞിരുന്നാലും, പാപം ചെയ്യാനുള്ള അവസരങ്ങൾ നിനക്ക് ലഭ്യമായാലും, ഇന്ന് രാത്രി നീ പറഞ്ഞോണം, ഇസ്രായേലിന്റെ പരിപാലകന്റെ കണ്ണ് മയങ്ങാതെ എന്റെ പേരുള്ളത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പ്രാപിച്ച അഭിഷേകത്തിന് വേണ്ടി ഒരു ദൈവപൈതൽ നിലനിൽക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ പ്രാപിച്ച അഭിഷേകത്തെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർവശക്തനുണ്ട്. ഇവിടെ അമോന്യർ യുദ്ധത്തിന് വന്നപ്പോൾ ഇബ്താഖിന്റെ സഹോദരന്മാർ ഒരു കാര്യം ബോധ്യമായി. എന്നാ പറഞ്ഞേ? ഇബ്താഖ് വന്നെങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഓർപ്പിച്ചത്, ആരെല്ലാം വെറുങ്കൈയോടെ പറഞ്ഞു വിട്ടാലും അഭിഷേകമുള്ളവൻ തിരിച്ചു വരും, ആത്മപൂർണ്ണൻ തിരിച്ചു വരും. ലോകം മുഴുവൻ നിന്റെ മീതെ മണ്ണ് ഇടിച്ചിട്ടാലും, ആരെല്ലാം നിന്നെ ശ്വാസം മുട്ടിച്ച് തകർക്കാമെന്ന് വിചാരിച്ചാലും, അപവാദത്തിന്റെ പാണ്ഡം നിന്റെ മേൽ അഴിച്ചിട്ടാലും, ലോകത്തിന്റെ നിന്ന വാക്കുകൾ പറഞ്ഞ് നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും, ആത്മാവുള്ള ദൈവപൈതൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, അഭിഷേകം എന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന്. ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. ആ ഉറപ്പുള്ള ദൈവമക്കൾക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ധൈര്യത്തോടെ വിളിച്ചു പറയാം, എനിക്കൊരു മടങ്ങി വരവുണ്ട്. ഇവിടെ അവൻ യുദ്ധത്തിന് പോകുമ്പോൾ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. ഞാൻ യുദ്ധം ജയിച്ചു വരുമ്പോൾ എന്നെ എതിരേറ്റ് വരുന്നത് എന്തായാലും ഞാനത് ദൈവത്തിന് യാഗം കഴിക്കും. ഇവൻ യുദ്ധം ജയിച്ചു വന്നപ്പോൾ അവനെ എതിരേറ്റ് വന്നത് ആരാ? മകളെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഏകജാതയായ മകൾ ഒന്നേ ഉള്ളൂ, മറ്റൊന്നുകൂടിയില്ല. യുദ്ധവും ജയിച്ചു, ഇനിയിപ്പോ വാക്ക് പാലിക്കണോ? ദൈവത്തിന് സ്തോത്രം. പക്ഷെ യുദ്ധം ജയിച്ചിട്ടും ഇബ്താഖ് വാക്ക് പാലിക്കാൻ തയ്യാറായി. മറ്റൊരു സൊല്യൂഷൻ തന്റെ മുമ്പിലില്ല, മറ്റൊരു കുഞ്ഞു തനിക്കില്ല, മറ്റൊരു ആശ്വാസം ലോകപ്രകാരം ആശ്വസിക്കാനില്ല. പക്ഷേ അവൻ അതിനെ കൊടുക്കുവാൻ തയ്യാറായി. കുഞ്ഞിനോട് ഈ വാർത്ത പറഞ്ഞപ്പോൾ അവൾ തിരിച്ചൊരു കാര്യം പറഞ്ഞു. കന്യകമാരുമായി സല്ലപിക്കുവാൻ ചില മാസങ്ങൾ പർവ്വതത്തിൽ പോയി ആനന്ദിപ്പാൻ എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ അപ്പനായ ഇബ്താഖ് അതിനെ അനുവദിച്ചു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ നിറകണ്ണുകളോടെയാ വായിച്ചത്. ഇന്നത്തെ തലമുറയാണെങ്കിൽ ആ പോയ പോക്കിൽ പിന്നെ വരുമോ? ഒരിക്കലും വരില്ല. കാരണം വന്നാൽ യാഗപീഠത്തിൽ എന്തായിത്തീരും? യാഗമായി തീരും. ആ വസ്തുത വ്യക്തമായി അറിഞ്ഞിട്ടും അവൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്റെ അപ്പന്റെ പേരിന്റെയും ആമേൻ പിന്നിൽ
ആമേൻ വേശ്യാപുത്രന്റെ ഒരു ന്യൂനത മറഞ്ഞിരിപ്പുണ്ട്. ആരും അംഗീകരിക്കാതെ, ആരും സ്നേഹിക്കാതെ അവഗണിക്കപ്പെട്ട ഒരു മണ്ഡലം എന്റെ അപ്പന്റെ ജീവിതത്തിലുണ്ട്. എന്റെ അപ്പന്റെ പേര് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വരണമെങ്കിൽ ഞാൻ എന്റെ കഴുത്ത് കാണിച്ചു കൊടുത്തേ മതിയാകും. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. വളർത്തുകയാണെങ്കിൽ, തലമുറയെ വളർത്തുകയാണെങ്കിൽ ഇബ്താഗ് വളർത്തിയ പോലെ വളർത്തണം. അനുസരണവും ദൈവഭയവും ആമേൻ ആ മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൾ മടങ്ങി വന്നു, യാഗപീഠത്തിൽ യാഗവസ്തുവായി തീർന്നു. ഇബ്താഗിനെ ദൈവം ആദരിച്ചു. അങ്ങനെ യോഗ്യതയില്ലാതിരുന്ന, സമ്മതനാകാൻ അയോഗ്യനായിരുന്ന ഇബ്താഗിനെ ദൈവം യോഗ്യനാക്കി തീർത്തു. ശലോമോൻ സമ്മതനാകാതെ പോയപ്പോൾ ഇബ്താഗ് ദൈവസന്നിധിയിൽ സമ്മതനായി. 5 മിനിറ്റോടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് കയറി വന്ന കുറെ നിർബന്ധിച്ചു. നമുക്ക് 4 സുവിശേഷങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലോ. ഇതിൽ കാലഘട്ടം വെച്ച് പഠിച്ചാൽ ആദ്യ സുവിശേഷം എഴുതിയത് മർക്കോസാണ്. പിന്നെ മത്തായി സുവിശേഷം ആദ്യമായി തിരുവചനത്തിൽ ചേർത്തിരിക്കുന്നത് വംശാവലി അതിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ AD 52-നും 55-നും ഇടയിലാണ് മർക്കോസ് സുവിശേഷം എഴുതുന്നത് അനുമാനിക്കപ്പെടുന്നു. ഈ കാലമായപ്പോൾ ക്രൂശീകരണം കഴിഞ്ഞിട്ട് കുറേയധികം വർഷങ്ങൾ കടന്നുപോയി. അപ്പൊ ക്രൂശീകരണ സമയത്ത് നടന്ന ഒരു കാര്യം, അല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശ് കുറേനക്കാരനായ ശീമോൻ ചുമന്ന കാര്യം പറയാനായിട്ട്, ആ ശീമോനെ പരിചയപ്പെടുത്താനായിട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ മക്കളെയാണ് ഇവിടെ മർക്കോസ് ഉപയോഗിച്ചേക്കുന്നത്. അവിടെ വായിച്ചത് അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനായ ശിമോനെ അവർ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. അപ്പോൾ ക്രൂശീകരണം കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രൂശ് ചുമന്നവനെ പരിചയപ്പെടുത്തുവാൻ ക്രൂശ് ചുമന്നവന്റെ മക്കളെ ഉപയോഗിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ചില വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ക്രൂശ് ചുമന്നവന്റെ മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി തീർന്നു. അവരറിയപ്പെടുന്നവരായിട്ട് അവരുടെ പേര് പറഞ്ഞ് അപ്പനെ പരിചയപ്പെടുത്തി. ക്രൂശ് ചുമക്കാൻ അപ്പൻ സമ്മതനായതുകൊണ്ട് മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി. ഇന്ന് രാത്രി കർത്താവിന്റെ ശബ്ദം കേട്ട് അങ്ങേ കർത്താവിന്റെ വേലയ്ക്കായി ചുമൽ കൊടുത്ത ദൈവത്തിന്റെ പൈതലെ, ആരംഭ കാലഘട്ടങ്ങളിൽ പട്ടിണിയും ദാരിദ്ര്യവും ഞെരുക്കവും നിന്നയും ഒക്കെ അനുഭവിച്ചെങ്കിലും പിൽക്കാലത്ത് നിന്റെ തലമുറയെ ഓർത്തിയ ഒരു ദൈവമില്ലേ? മാനിച്ച ഒരു ദൈവമില്ലേ? അവിടെ വായിക്കുന്നത് വയലിൽ നിന്ന് കയറി വന്ന കുറേനക്കാരനായ ശിമോൻ, സമൂഹത്തിൽ മാന്യതയില്ലാത്ത വ്യക്തി, താഴവർഗത്തിൽപ്പെട്ടവൻ. യഹൂദൻ ഒരിക്കലും ക്രൂശ് അവൻ ചുമക്കാൻ കഴിയത്തില്ല, അത് വെറുക്കപ്പെട്ട സാധനമാണ്. കർത്താവിന്റെ ചുമലിൽ ഇത് മാറ്റണമെന്നുള്ള ആഗ്രഹവും അവർക്കുണ്ട്. കാരണം കൊലമരത്തിന്റെ കാൽവറിയിൽ കൊണ്ടുപോയി കർത്താവിനെ ക്രൂശിക്കണമെങ്കിൽ അവിടെ വരെ ഈ ക്രൂശ് മരവുമായിട്ട് കർത്താവ് പോയാൽ അതിനു മുമ്പ് മരിച്ചു പോകുമെന്നുള്ള ചിന്ത കൊണ്ട് ഈ ക്രൂശ് അവർ നിർബന്ധിച്ച് കുറേനക്കാരനായ ശീമോന്റെ തോളിൽ വെച്ചു കൊടുത്തു. നിർബന്ധപൂർവമാണെങ്കിലും അവൻ ആ ക്രൂശ് ചുമന്ന് കൊലമരത്തിന്റെ ചുവട്ടിലെത്തി. കൂടെ മരിക്കാമെന്ന് പറഞ്ഞ പത്രോസ് ഓടി അകന്നപ്പോൾ, മാർവിലെ ചൂടറിഞ്ഞ യോഹന്നാൻ അകന്നു പോയപ്പോൾ, യാക്കോബും ശിഷ്യന്മാരും ചിതറി ഓടിയപ്പോൾ, ആ കൊലമരത്തിന്റെ ചുവട്ടിൽ മൂകസാക്ഷിയായി നിന്ന് ഒരുവരേ ഉള്ളൂ. അവനാണ് കുറേനക്കാരനായ ശിമോൻ. ദൈവത്തിന്റെ പൈതലെ, നിന്ന സഹിക്കുവാൻ, ത്യാഗം സഹിക്കുവാൻ, ക്രൂശ് ചുമക്കുവാൻ നീ സമ്മതനാണെങ്കിൽ നിന്റെ മക്കളെ പ്രസിദ്ധരാക്കുന്ന ഒരു ദൈവമുണ്ട്. റോമാലേഖനം നാം വായിച്ച വാക്യം 16:10. എന്നാൽ 13-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്. രൂഫോസ് ഇപ്പോൾ ആരായി? കർത്താവിൽ പ്രസിദ്ധനായി. അലക്സാണ്ടർ അന്ത്യോക്യയിലെ ബിഷപ്പായെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ശ്രേഷ്ഠകരമായ ഉന്നതമായ ശുശ്രൂഷയ്ക്കായി തന്റെ മക്കളെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഉറപ്പായി എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ: നീ പരമാർത്ഥ ഹൃദയത്തോടെ ക്രൂശ് ചുമക്കാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ഈ നിന്ന വഹിക്കാൻ കാൽവരുടെ ചുവട്ടിൽ നിന്ന് കൊടുത്തെങ്കിൽ, നിന്റെ തലമുറ അനാഥരായി പോകത്തില്ല. യൗവനക്കാരെ, സ്നേഹിതരെ, പിതാക്കന്മാരെ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: യേശുവിന് സമ്മതനായി തീരുക. കർത്താവിന് സമ്മതരായി തീർന്നാൽ
മാനുഷികമായ സമ്മതപത്രങ്ങൾക്ക് പ്രസക്തിയില്ല. അവിടെ യേശുവിന്റെ സമ്മതനായി തീർന്നാൽ നിന്റെ ജീവിതം ധന്യമായി തീരുമെന്ന് രാത്രി നീ മറന്നു പോകരുത്. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ റോമാലേഖനം 16-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൽ സമ്മതനായ അപ്പല്ലേസിന് വന്ദനം ചൊല്ലുവിൻ. അപ്പല്ലേസ് എന്ന വാക്കിന്റെ അർത്ഥം വേർപെട്ടവനെന്ന. ലോകത്തോടും പാപത്തോടും അശുദ്ധിയോടും ദുർഭോഗത്തോടും അതിരാഗത്തോടും വേർപാട് സൂക്ഷിച്ച് ജയകരമായ ക്രിസ്ത്യ ജീവൻ നയിക്കുന്ന ഒരു ദൈവവൈതലിന് മാത്രമേ കർത്താവിന് സമ്മതരായി തീരാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുകയും ജയജീവിതം ചെയ്യാൻ ആഗ്രഹിക്കുകയും കർത്താവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവജനത്തിന് കൂട്ടമാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഹൃദയപൂർവ്വം നമുക്ക് പറയാം, എന്റെ സിസ്റ്റായിസ് കർത്താവിന് സമ്മതയായി തീരുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വയല് വിത്തിനെയും കളയെയും ഒരുപോലെ സമ്മതിക്കുമ്പോൾ കളപ്പുര ഒരിക്കലും അവൻ കളയെ സമ്മതിക്കില്ല. ധാന്യപ്പുര ഒരിക്കലും, അല്ലെങ്കിൽ മണവാളന്റെ മണിയറ ഒരിക്കലും കളയെ സമ്മതിക്കില്ല. 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. 11 പേർ സമ്മതരായി. ഒരുവൻ സമ്മതരാകാതെ തകർന്നു പോയി. ഒരു ശൗൽ സമ്മതനാകാതെ പോയപ്പോൾ ഒരു ദാവീദിനെ ദൈവം സമ്മതനാക്കി. ഒരു ശലോമോൻ സമ്മതനാകാതെ പോയപ്പോൾ ഇബ്താഹിനെ ദൈവം സമ്മതനാക്കി. അപ്പനായ കുറേനക്കാരനായ ശിമോൻ ക്രൂശ് ചുമക്കാൻ സമ്മതനായപ്പോൾ മക്കളെ പ്രസിദ്ധരാക്കി ഒരു ദൈവം. ഇന്ന് രാത്രി കണ്ണുകളെ ദൈവസഭയിൽ അടച്ചാട്ട് ഒരു നിമിഷം, ഒരു മിനിറ്റ് ഹൃദയമേകാഗ്രമാക്കി മനഃപൂർവ്വമായി ദൈവത്തോട് പറയുമോ, എനിക്കൊരു സൃഷ്ടായുസ് തരുന്നു എങ്കിൽ ദേശത്തിന് ദൈവസഭയ്ക്ക് മുഴുവൻ നിൽക്കും. ചാർച്ചയിലും പ്രിയപ്പെട്ടവർക്കും മാതൃകാപരമായ ക്രിസ്ത്യ ജീവിതം നയിച്ച് കർത്താവിന് സമ്മതരായി ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഹൃദയപൂർവ്വം വാഞ്ചിക്കുന്ന ദൈവമക്കൾ തങ്ങൾ ഇരിക്കുന്ന ഇടത്ത് തങ്ങളുടെ വലങ്കരങ്ങളെ ദൈവസഭയിൽ ഉയർത്താം. കർത്താവിനോട് തീരുമാനമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കർത്താവെ, ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ, സമ്മതനായി തീരുവാൻ, യേശുവിന് സമ്മതനായി തീരുവാൻ, അവന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുവാൻ എന്നെ സമർപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ കർത്താവേ, നിന്റെ ജനത്തെ ഞങ്ങളുടെ കയ്യിൽ തരുന്നു. അവിടെ തീരുമാനത്തെ നീ അറിയണമേ. ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ. അതിനായി കർത്താവ് ദിവസങ്ങളിൽ പരിജ്ഞാനമുള്ള ഒരു ഹൃദയം കൊടുത്ത്, വിവേകമുള്ള ഒരു ഹൃദയം കൊടുത്ത് ദൈവസന്നിധിയിൽ സഭയോടെ ജീവിപ്പാൻ എല്ലാവരെയും ഒരുക്കിക്കാട്ട്, സഭയായി ഒരുക്കിക്കാട്ട് കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും അതിനായി ഒരുക്കിക്കാട്ട്. അവരുടെ തീരുമാനത്തെ കർത്താവ് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണം. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. രാത്രി തിരുവചനമായി മുമ്പിൽ നിൽക്കുവാൻ ദൈവമൊരുക്കിയ നല്ല സന്ദർഭത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ രാത്രി നാം പിരിഞ്ഞു പോകുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ തീരുമാനത്തോടെ പോകണം. മനുഷ്യർക്ക് വിടങ്ങാനല്ല ദൈവം എന്നെ വിളിച്ചത്. ലോകത്തിന്റെ കൈയടിക്ക് വേണ്ടിയല്ല. സർവശക്തന്റെ നല്ല സാക്ഷ്യപത്രം വാദിച്ച് അവൻ ദൈവസന്നിധിയിൽ സമ്മതരായി നിൽക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവസരമൊരുക്കിയ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തന്റെ കുടുംബത്തിനും കടന്നു വന്ന കർത്താവിന്റെ ദാസന്മാർക്കും ദൈവസഭയ്ക്കും എന്റെ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ എന്തിനും ഓർക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.